Next observation from alpha ray scattering experiment. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനി രണ്ടാമത് പറയുന്നില്ല. ഇവിടെ നമുക്ക് ഇതിൽ നിന്നുള്ള കുറച്ച് ഒബ്സർവേഷൻസുകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഒബ്സർവേഷൻ ഇതാണ്. Many of the alpha particles pass through the foil. It means that they do not suffer any collisions. അതായത് നമ്മൾ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് മറന്നുപോയിട്ടില്ലല്ലോ. നമ്മളിവിടെ ഒരു ഗോൾഡിൻ്റെ ഫിലിം വെക്കുന്നു, എ ഫ്യൂ മൈക്രോമീറ്റർ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ചാർജ് +2e ആണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് +2e ആണ്. ഇതെല്ലാം ഇങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ക്രോസസ് ദ ഫോയിൽ. എ ഫ്യൂ മൈക്രോമീറ്റർ ആണ് ഗോൾഡ് ഫിലിമിൻ്റെ തിക്നെസ്. അപ്പോൾ ഇവിടെ മെനി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഫോയിൽ, ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഓൺലി അബൌട്ട് 0.14% ഓഫ് ദ ഇൻസിഡൻറ്റ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ബൈ മോർ ദാൻ 1 ഡിഗ്രി. 1 ഡിഗ്രി കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ 0 ഡിഗ്രിയിലാണ് ഡിഫ്ലക്ഷൻ, സ്ട്രെയിറ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് പോവാണ്. അതിൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, ആകെയുള്ള ആൽഫ പാർട്ടിക്കിൾസിൽ വെറും 0.14% ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ മാത്രമേ 1 ഡിഗ്രിയിൽ ഡീവിയേഷൻ വരുന്നുള്ളൂ. ക്ലിയർ? മോർ ദാൻ 1 ഡിഗ്രി. ആൻഡ് അബൌട്ട് 1 in 8,000 ഡിഫ്ലക്റ്റ്. 8,000 ആൽഫ പാർട്ടിക്കിൾസ് സ്റ്റഡി ചെയ്താൽ അതിൽ ഒരെണ്ണം മാത്രമാണ് മോർ ദാൻ 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വന്ന ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുക, 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുക ഇങ്ങനെ. അത് വളരെ റയറാണ്. 8,000 ആൽഫ പാർട്ടിക്കിൾസ് എടുത്താൽ അതിൽ ഒരെണ്ണം മാത്രമേ മോർ ദാൻ 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി സെക്കൻഡ്, to deflect the alpha particle backwards, it must experience a large repulsive force. This force could be provided if the greater part of the mass of the atom and its positive charge were concentrated tightly at the center. അതായത് നമ്മൾ ഗോൾഡ് ഫിലിം എടുത്തു കഴിഞ്ഞാൽ ആറ്റംസ് ഉണ്ടാവുമല്ലോ. ഗോൾഡ് ഫിലിം എടുത്താൽ അതിൽ ഒരു ചെറിയൊരു സ്പേസിൽ മാത്രമേ എന്തുള്ളൂ, ന്യൂക്ലിയസ് ഒക്യുപ്പൈ എ സ്മോൾ സ്പേസ്. ബാക്കിയുള്ളതൊക്കെ എം ടി സ്പേസ് ആണ്. ഈ എം ടി സ്പേസിൽ കൂടി ആൽഫ റേ പാർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ അത് നേരെ ക്രോസ് ചെയ്ത് പോവും. അപ്പോൾ ഒരു ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ ന്യൂക്ലിയസ് ഉള്ളൂ, ബാക്കിയൊക്കെ എം ടി സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ചില ആൽഫ പാർട്ടിക്കിൾസ് എന്താണ് 180 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ റെയറാണെന്ന് മാത്രം. ഇങ്ങനെ വന്ന ആൾ 180 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനൊരു സ്ട്രോങ് ഡിഫ്ലക്ഷൻ വരണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം ആറ്റത്തിൻ്റെ. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഗോൾഡ് ഫോയിൽ എടുത്തു കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് +2e ഗോൾഡിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ് +79e ആണ്. കാരണം 79 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്ന ആൽഫ പാർട്ടിക്കിൾ 180 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആറ്റത്തിൻ്റെ മാസിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ഇവിടെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, with the atom being largely empty space, it is easy to see why most of the alpha particle go right through the thin metal foil. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എം ടി സ്പേസ് ആയതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ക്രോസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. വേറൊന്ന്, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് നമുക്ക് വേറൊരു ഇൻഫോർമേഷൻ കിട്ടുന്നത്, ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ബി അബൌട്ട് 10⁻⁻15 മീറ്റർ ടു 10⁻⁻14 മീറ്റർ. അതെങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന് നമ്മൾ അറിയണ്ട. ഈ എക്സ്പെരിമെൻ്റ് വഴി നമുക്കത് കിട്ടും എന്ന് മാത്രം കരുതിയാൽ മതി. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ബി അബൌട്ട് 10⁻⁻15 മീറ്റർ ടു 10⁻⁻14 മീറ്റർ.
ഓർ ആറ്റംസ് അബൌട്ട് 10,000 ഓർ 1 lakh അല്ലേ ടൈംസ് ലാർജർ ദാൻ ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് വളരെ ചെറിയൊരു സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ സൈസിൻ്റെ ഒരു 10,000 ഓർ ഈവൺ 1 lakh ടൈംസ് ലാർജർ ആണ് ആറ്റത്തിൻ്റെ സൈസ്. വേറൊരു ഒബ്സർവേഷൻ, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് വിത്ത് ദ ഇലക്ട്രോൺ സം ഡിസ്റ്റൻസ് എവേ. The electrons would be moving in orbits about the nucleus just as the planets do around the sun. ഇത് റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻസുകളാണ്. ഇത് അറിഞ്ഞിരിക്കണം. The entire positive charge and most of the mass of the atom are concentrated in the nucleus. Electrons some distance away. Why there is electron? കാരണം ആറ്റംസിൻ്റെ ചാർജ് ഇല്ല അല്ലേ, ന്യൂട്രലാണ് ആറ്റം. അപ്പോൾ ന്യൂക്ലിയസിൽ എല്ലാ ചാർജും പോസിറ്റീവ് ചാർജ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അല്ലേ ഇലക്ട്രോൺ എല്ലാം കുറച്ച് ഡിസ്റ്റൻസ് അകലെ വരണം അല്ലേ. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് മസ്റ്റ് ബി സം ഡിസ്റ്റൻസ് എവേ ഫ്രം ദാറ്റ് മൂവിങ് വിത്ത് സം വെലോസിറ്റി അല്ലേ. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺ ഉണ്ടാവണം, എന്നാലല്ലേ ആറ്റം ന്യൂട്രൽ ആവുള്ളൂ. അപ്പോൾ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഈസ് മസ്റ്റ് അല്ലേ. ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ അവിടെ ഉണ്ടാവണം, ന്യൂട്രൽ അല്ലേ ആറ്റം. അത് മൂവ് ചെയ്യാൻ വേണം, കാരണം അവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ പ്ലാനറ്റ് കറങ്ങുന്ന പോലെ കറങ്ങണം, എന്നാൽ മാത്രമേ ഇത് സ്റ്റേബിൾ ആവുള്ളൂ അല്ലേ. ദ ഇലക്ട്രോൺ മസ്റ്റ് ബി മൂവിങ് ഇൻ ഓർബിറ്റ്സ് അബൌട്ട് ദ ന്യൂക്ലിയസ് ജസ്റ്റ് ആസ് ദ പ്ലാനറ്റ്സ് ഡു അറൗണ്ട് ദ സൺ. അപ്പോൾ അത് ക്ലിയർ ആയി. പിന്നെ ഇത് ദ ട്രാജക്ടറി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ക്യാൻ ബി കമ്പ്യൂട്ടഡ് എംപ്ലോയിങ് ദ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ദ കൂളംസ് ലോ ഫോർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ആൽഫ പാർട്ടിക്കിളിൻ്റെ എന്താണ് ഡിഫ്ലക്ഷൻ ഈസ് ഇൻ എന്താണ് സപ്പോർട്ടിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത്ര അറിഞ്ഞാൽ മതി. ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ബൈ സാറ്റിസ്ഫൈങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് കൂളംസ് ലോ ആണ്. അത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.